അൻവറേ, ഞാൻ ഈ മാസം 16-ാം തീയതി തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കാം. അതെന്റെടാ, എൻ്റെ അറപ്പിക്കാൻ എൻ്റെ കൂടെ കിടക്കാണ്ട് ഉറക്കം കിട്ടണില്ലേ? ഒന്ന് പോവാ. രണ്ട് മാസം ലീവിന് വന്ന് ഭാര്യയും മക്കളായിട്ടൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കണം എന്ന് വിചാരിച്ച് വന്നതാണ്. എന്നിട്ട് നോക്കിയപ്പോൾ അവർക്ക് ഫോണിന്ന് കണ്ണെടുക്കാൻ നേരമില്ല. അങ്ങനത്തെ അവസ്ഥ. അതിനിപ്പോ ഫോണിൽ അഡിക്റ്റ് അല്ലാത്ത ആരല്ലേ? അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ശരി എന്നാ, വൈകുന്നേരം കാണാം. ഓക്കെ. ഓ, അസ്സലാമു അലൈക്കും. ഓക്കെ, ശരി എന്നാ. ഇന്നോ ഇപ്പോഴും ഫോണിൽ തന്നെ അല്ലേ? ഞാൻ ചാർജ് കുത്തി പോയതാണല്ലോ. ജെസിയെ, ഇത് കാണുന്നില്ലേ ചേച്ചി? എന്താ സ്മൈല ആലോചിക്കണേ? മോള് ഫുൾ ടൈം ഫോണിൽ അഡിക്റ്റാടാ. അത് നമുക്ക് മാറ്റിയെടുക്കടാ. ഇജ്ജ് മാറ്റും. എടാ ചങ്ങായി, എന്തെങ്കിലും മിണ്ടി പറഞ്ഞു നിന്നോ. ഫുൾ ടൈം ഇങ്ങനെ ഫോണിൽ കളിച്ചോണ്ട് നിൽക്കണ്ട. കണ്ടില്ലേ, ഫോണിൽ കളിക്കുമ്പോൾ പറഞ്ഞിട്ടില്ലേ, ഫോണിൽ കളിച്ച് കണ്ണസുഖം വന്നാണ്. ഇതടാ, ഇതൊന്ന് പ്രയോഗിച്ച് നോക്ക്. എൻ്റെ മോളെ മൊബൈൽ അഡിക്റ്റിങ് കംപ്ലീറ്റ് മാറും. ഇത് നമ്മളെ ഇന്ത്യക്ക് പുറമെ ഇവിടെ ആണല്ലോ അല്ലേ? ഏതോ രാജ്യത്ത് ഒരു അമ്മ കുട്ടിൻ്റെ അഡിക്റ്റിങ് മാറ്റാൻ വേണ്ടി ചെയ്തതാണ്. അത് ശരി, പരീക്ഷ നോക്കണല്ലോ. അസ്സലാമു അലൈക്കും യാ അർബാബ്. കുട്ടികളിലെ മൊബൈൽ അഡിക്ഷൻ അവ തലച്ചോറിൻ്റെ വളർച്ചയെ ബാധിക്കുന്നു. ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഉൾവലിഞ്ഞു നിൽക്കുന്നു. പഠനത്തിനോടുള്ള ശ്രദ്ധ അവർക്ക് തീരെ കുറയുന്നു. മാത്രമല്ല, ഉറക്കമില്ലായ്മ സംഭവിക്കുന്നു. കുട്ടികളിലെ കള്ളത്തരങ്ങൾ വളർത്തുന്നു. അതോടൊപ്പം അവരുടെ മാനസിക ആരോഗ്യം വളരെ മോശമാകുന്നു. കുട്ടികൾ എന്ന പോലെ മുതിർന്നവർക്കും ഇത് ബാധകമാണ്.